ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു എസ് ഡി ബിയിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ഫിനിക്സിൻ്റെ ഷോക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടർ ലാമ്പ്, ഈ ഒരു ക്ലാമ്പ് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടൻറ്റ്. കറക്റ്റ് ആ ഒരു മാസ്കിന് പാരലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ട് ഹെഡ്ലൈറ്റിന് പാരലായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും നോർമലി ഇത് സെറ്റ് ചെയ്യാറുണ്ട്. സെറ്റ് ചെയ്യണ രീതിയിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കാനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാവുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. മെയിനായിട്ട് ഈ ഒരു എസ് ഡി വിയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, ബ്രോ ഏത് സ്പോക്കാണ് യൂസ് ചെയ്യുന്നത്. ആ സ്പോക്ക് യൂസ് ചെയ്യുന്നതിൽ മാറിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലംസാണ് ഞാൻ ഇന്ന് ഈ ഒരു എസ് ഡി വിയിൽ പറയാൻ പോണത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ എസ് ഡി വിയിൽ കെട്ടുന്ന സമയത്ത് ഈ രണ്ട് ഹോളിൽ അടുത്തടുത്ത് വരുന്ന കമ്പി, ആ രണ്ട് കമ്പി പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ആംഗിളാണ് ഈ ഒരു ആംഗിൾ കമ്പനി പറയുന്നത്. വണ്ടി ആക്സിലറേഷൻ ഫോഴ്സും അതുപോലെ തന്നെ വണ്ടി ബ്രേക്കിംഗ് ഫോഴ്സും റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആംഗിൾ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ആംഗിൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം വീല് കെട്ടുമ്പോൾ ഈ സ്പോക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഈ സ്പോക്ക് പ്ലേസ് ചെയ്യണ ഗ്യാപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് രണ്ട് ഹോള്. ഈ രണ്ട് ഹോളിലാണ് ഈ സ്പോക്ക് ഇട്ടേക്കണത്. ഇതൊന്ന്, അതുപോലെ തന്നെ ഇതൊന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 1, 2, 3, 4, 5 ഈ 5 സ്പോക്ക് കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് സ്പോക്ക് അലൈൻ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെ സ്പോക്കിൻ്റെ അളവ് നോക്കിയിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ നീളം കൂടിയ സ്പോക്കാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആംഗിൾ മാറും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആക്സിലറേഷൻ ഫോഴ്സും അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഫോഴ്സും റെസിസ്റ്റ് ചെയ്യണതിൽ പ്രോബ്ലംസ് വരും. അപ്പോൾ ഈ സ്പോക്ക് ബെൻഡാവാനും പൊട്ടാവാനും, അതുപോലെ തന്നെ കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ ഈ സ്പോക്ക് ലൂസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ വീലിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് വീലിൽ ആ ഒരു ഗ്യാപ്പ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്തേക്കണത്. അങ്ങനെയാണ് ഈ നമ്മൾ സ്പ്ലെൻഡറിൻ്റെ എസ് ഡി വിയിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, ഇത് സ്പ്ലെൻഡറിൻ്റെ റിയറിൽ വരുന്ന സ്റ്റോക്ക് 18 ഇഞ്ച് റിമ്മും അതിൻ്റെ ഹബ്ബുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കമ്പി തമ്മിലുള്ള 1, ഇത് 2, 1, 2, 3, 4, 5 കമ്പികൾ കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് സ്പോക്കുകൾ കെട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്പോക്കിൻ്റെ ഈ ഒരു അളവിലുള്ള രീതിയിൽ അലൈൻ ചെയ്ത് കെട്ടുന്നത്. അപ്പോൾ എസ് ഡി വിയിൽ അലൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട സ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടുന്നത് നമ്മുടെ TVS XL ഹെവി ഡ്യൂട്ടിയുടെ റിയർ വീലിൻ്റെ സ്പോക്കാണ്. അതിൻ്റെ നോർമൽ സ്പോക്ക് ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഡിങ് സ്പോക്ക് ഉണ്ട്. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അതാണ് കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ എസ് ഡി വിയിൽ കെട്ടുമ്പോൾ അതിൻ്റെ സ്പോക്ക് ഏതാണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ള മറുപടിയാണിത്. അപ്പോൾ മാക്സിമം ഈ ഒരു സ്പോക്ക് തന്നെ ഇട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് വണ്ടിക്ക് ഈ അലൈൻ ചെയ്തതിന് ലൈഫ് കിട്ടാനും വണ്ടിക്ക് പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു ഫിനിക്സിൻ്റെ ഷോക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് പറഞ്ഞു തരാനായിട്ട് പോണത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ഫിനിക്സിൻ്റെ ഷോക്കും ഇതുപോലെ ഇത് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് വരുന്നൊരു ഷോക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഹോൾ ചെറുതും ഫിനിക്സിൽ വരുന്നത് കുറച്ച് വലിയ ഹോളുമാണ്. അപ്പോൾ നമുക്കൊരു വണ്ടി ഈ ഒരു ശ്രദ്ധിക്കാണ്ട് ഓടിയിട്ട് ഈ ഒരു പിന്നെ ഓവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുകൊണ്ട് പ്രോബ്ലം ഇല്ല. നമ്മൾ കാണാതെ ഓടുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് ഡാമേജ് ആയി പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേസിൽ വരുന്ന ആ ഒരു സ്റ്റഡ് അത് ഓവലാവുകയോ ഭാവിയിൽ പൊട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റബ്ബർ ബൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പിന്നും സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് താഴെ ഇതിൽ ഇട്ടിട്ട് വേണം വണ്ടിയിലേക്ക് ഇടാനായിട്ട്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ആ ഒരു ബൂട്ട് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു ബുഷ് ഓവറായിട്ട് നമുക്ക് റണ്ണിങ്ങിൽ ഒരു നോക്കിങ് സൗണ്ട് കേൾക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതും അപ്പുറം നമ്മളത് ശ്രദ്ധിക്കാണ്ട് ഓടിക്കഴിഞ്ഞാൽ ചേസിൻ്റെ ആ സ്റ്റഡ് വരുന്നത് ഭാവിയിൽ അത് തേഞ്ഞ് പോയിട്ട് പൊട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു കാര്യമാണ്, അത് ശ്രദ്ധിച്ചിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ചേസിൽ അതിൻ്റെ ഒരു പ്ലേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കിത് സിമ്പിളായിട്ട് ഈ ഒരു 2 ബുഷ് അഴിച്ചിട്ട് ഇതിനകത്ത് ഇട്ടാൽ മതി. ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് പുതിയത് മേടിക്കാൻ കിട്ടും. പുതിയത് മേടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി. അതിന് ശേഷം വേണം വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ടോപ്പിൽ വരുന്ന പിന്നെ കറക്റ്റ് സൈസാണ്. അതിൽ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നുമില്ല. അത് ഡയറക്റ്റ് ഈ ഒരു ബുഷ് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. പക്ഷേ താഴത്ത് വരുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. താഴത്ത് വരുന്ന സമയത്ത് കണ്ടോ, ഇതിന് നല്ല രീതിക്കുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലേ ഉണ്ടാകുന്നതുകൊണ്ടാണ്
ഈ ഒരു സ്റ്റഡ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അല്ല, ഉറപ്പായിട്ടും ഫിനിക്സിൻ്റെ ഷോക്ക് ഇടുന്ന ടൈമിൽ ഈ ഒരു ബുഷ് സ്പ്ലെൻഡറിൻ്റെ എടുത്തിട്ടിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഫിനിക്സിൻ്റെ ഒരു ബുഷ് വരുന്ന ഇതാണ്. നമ്മൾ അതിൽ നിന്ന് ഊരിയിട്ട് നിലവിൽ സ്പ്ലെൻഡറിൻ്റെ ബുഷ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഫിറ്റാണ്, വേറെ റബ്ബറോ കാര്യങ്ങളൊന്നും മാറ്റണ്ട. ഈ ഒരു ബുഷ് മാത്രം അഴിച്ചെടുക്കുക, സ്പ്ലെൻഡറിൻ്റെ ആ ഒരു ബുഷ് ഇതിലേക്ക് കയറ്റിയിടുക, അത്രയേ ഉള്ളൂ പണി. പിന്നെ ഡയറക്റ്റ് നമ്മൾ നോർമൽ എങ്ങനെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പ് ഈ ഒരു ലൈനിന് പാരലായിട്ട് നമ്മൾക്ക് ഇങ്ങനെ നിൽക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ നിൽക്കാനായിട്ട് ആദ്യം ഒരു ഫൈബറിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ സൈഡും അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സിലിക്കോൺ ആക്കിയിട്ട് ഈ ഒരു ക്ലാമ്പ് ഇതിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ്. ഉണങ്ങിയ ശേഷം എടുത്ത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് നമ്മൾ ആ ഒരു ഹെഡ്ലൈറ്റിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെക്സ് ക്യൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടി മാത്രം, നമുക്ക് ആ ഒരു സിലിക്കോൺ ഉണങ്ങുന്നവരെ ഒരു സപ്പോർട്ടിന് മാത്രമേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ. എടുത്തു കളയാം, ഇല്ലയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാലും പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റിൽ പ്രശ്നം വരാതിരിക്കാനാണ്, കറക്റ്റ് പാരലായിട്ട് ഇരിക്കാനായിട്ടാണ് ഈ ഒരു ഫൈബർ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു ക്ലാമ്പ് ഇതിലേക്ക് വയ്ക്കുക, കറക്റ്റ് അളവിൽ വയ്ക്കുക, സിലിക്കോൺ അടിക്കുക, അതാണ് പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടിയിലേക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലാമ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സിലിക്കോൺ അടിക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു അളവും അതുപോലെ തന്നെ ഈ ഗ്യാപ്പും ഈ മുകളിലെയും താഴത്തെയും ഗ്യാപ്പും കറക്റ്റ് സെയിം ആയിരിക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ വൈസറിലേക്ക് കറക്റ്റ് അലൈനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചിട്ട് നേരെ സിലിക്കോൺ അടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ സിലിക്കോൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുറത്തും സിലിക്കോൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളിലായിട്ടും ഞാൻ സിലിക്കോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ വലിച്ചാലൊന്നും പോവില്ല, കട്ട് ചെയ്താൽ മാത്രം. ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താൽ പോവും, അല്ലാണ്ട് റണ്ണിങ്ങിലോ അതുപോലെ തന്നെ നമ്മൾ വലിച്ചു കളയാൻ നോക്കിയാലൊന്നും പോവില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു, ഇതിന് ഡയറക്റ്റ് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്താൽ മതി. സിലിക്കോൺ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്, കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളൊരു വർക്ക് കൂടെ ഉള്ളൂ. കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ കൊടുക്കുന്ന ടൈമിൽ മാക്സിമം ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ ഡയറക്റ്റ് ആക്കുക എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ സോക്കറ്റ് വരുന്നത്. ഇതിൽ വരുന്ന യെല്ലോ വയർ കട്ട് ചെയ്തു. യെല്ലോ വയറാണിത്. യെല്ലോ വയർ ജോയിൻ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് വയർ നമ്മുടെ വണ്ടിയിൽ വരുന്ന പോസിറ്റീവ് കണക്ഷനാണ്. ഈ ഒരു ബ്ലാക്ക് സോക്കറ്റിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അത് നമ്മൾ പിന്നെ താക്കോൽ ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാത്ത ടൈമിൽ തന്നെ നമുക്ക് DC ആയിട്ട് ഈ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഫുൾ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. കറക്റ്റ് ഹെഡ്ലൈറ്റിന് പാരലായിട്ട് തന്നെയാണ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇതിൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.